താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ടൗണിന്റെ രണ്ടിടങ്ങളിൽ വ്യാപാരികളുടെ സഹകരണത്തോടെ തണ്ണീർപന്തൽ ആരംഭിച്ചു. പൊരിവെയിലിൽ ദാഹിച്ചു വലയുന്ന പൊതുജനങ്ങൾക്ക് തണുത്തതും ചൂടുള്ളതുമായ ശുദ്ധജലം ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. മാർച്ച് മാസം ആദ്യമായപ്പോൾ തന്നെ ചൂടിന്റെ കാഠിന്യം നമുക്ക് പലർക്കും സഹിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുകയാണ്. ഈ മാർച്ച് മാസം ആദ്യം ഇതാണ് ചൂട് എങ്കിൽ ഞാൻ പലപ്പോഴും പല പരിപാടികളിലൊക്കെ പോയി നിൽക്കുമ്പോൾ മനസ്സിലാലോചിക്കുന്നത് ഏപ്രിലും മെയ്യിലും ഒക്കെ എന്തായിരിക്കും എന്നാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് പുറത്തിറങ്ങി AC ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ പോലും പ്രയാസമാകുന്ന രീതിയിൽ ചൂട് അത്ര അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് കൂടുതൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എല്ലാവരും ആളുകൾ പലപ്പോഴും ടൗണിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് വെള്ളം ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. എന്തായാലും ഇങ്ങനൊരു ആവശ്യം നഗരസഭാ കൗൺസിലിൽ വന്നപ്പോൾ തന്നെ ചെയർമാൻ അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് ഇങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്ത നഗരസഭാ ചെയർമാൻ ശ്രീ ഷിയോപോളിനെയും നഗരസഭാ ഭരണസമിതിയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇങ്ങനൊരു ആവശ്യം നമുക്ക് നഗരസഭ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനോട് സഹകരിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ, പ്രത്യേകിച്ച് രുക്മിണി, നമ്മുടെ ചന്ദ്രചേട്ടനെയും ഈ സ്ഥാപനത്തെയും അഭിനന്ദിക്കുന്നു. നമുക്ക് ആനന്ദഭവനായാലും രുക്മിണിയായാലും അങ്കമാലിക്കാർക്ക് ഏറെ വൈകാരികമായിട്ട് ഏറെ അടുപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റുകളാണ് ഇത് രണ്ടും. ചന്ദ്രചേട്ടനായാലും കുടുംബമായാലും ഒക്കെ ഈ രംഗത്ത് എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും ഏറെ താല്പര്യമുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതിബദ്ധത കൂടിയാണ് ഇങ്ങനെയൊരു ആവശ്യം നഗരസഭ മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പൊരിവെയിലിൽ ദാഹിച്ചു വലയുന്ന പൊതുജനങ്ങൾക്ക് തണുത്തതും ചൂടുള്ളതുമായ ശുദ്ധജലം ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കാലടി റോഡിൽ ആനന്ദഭവൻ ഹോട്ടലിനു മുന്നിലും തൃശൂർ റോഡിൽ പഴയ മുനിസിപ്പാലിറ്റിക്ക് എതിർവശം ഹാബിറ്റിനു സമീപത്തായാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിയോപോൾ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സിനി മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പോൾ ജോവർ, ജിത ഷിജോയ്, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, കൌൺസിലർമാരായ റീത്ത പോൾ, ലിസി പോളി, ലില്ലി ജോയ്, മാർട്ടിൻ ബി മുണ്ടാടൻ, ലേഖ മധു, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോണി കുര്യാക്കോസ്, NV പോളച്ചൻ, ഡാൻഡി ജോസ്, പദ്ധതിയുടെ സ്പോൺസർമാരായ KK ചന്ദ്രശേഖർ, സലീം ഹാബിറ്റ് എന്നിവർ സംസാരിച്ചു. ഇന്ന് ഒരു ജനോപകാരപ്രദമായ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ വലിയ ചൂടുകാലത്ത് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വെള്ളം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ ആനന്ദഭവന്റെയും അതുപോലെ രുക്മിണിയുടെയും സഹകരണത്തോടുകൂടി ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഷിയോപോളിനെ ക്ഷണിച്ചുകൊണ്ടു. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ റോജി എം ജോൺ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ചെയർമാൻ ചാർജ് എടുത്തിട്ട് ഒരു നിമിഷം പോലും വൈകിക്കാതെ എല്ലാ കാര്യങ്ങളും, അതായത് ആ ചെയർമേൽ ഇരുന്നിട്ട് ഒരു നിമിഷം പോലും വേസ്റ്റായി എന്ന് ഞങ്ങൾക്ക് ആർക്കും ഈ നഗരസഭാ പ്രദേശത്തുള്ള ആരും തന്നെ പറയില്ല. കാരണം അതേപോലെ ചടുലമായിട്ട് എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യം പറഞ്ഞോട്ടെ ഓക്കെ, അതിനകത്ത് ആലോചനയൊന്നുമില്ല, ശരി ഇപ്പൊ തന്നെ നമുക്ക് നടത്തി കളയാവുന്ന എല്ലാ കാര്യങ്ങളും, അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത് എന്നാലും അത്രയും ചടുലമായിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാവരും ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു കാര്യം പറഞ്ഞാൽ ശരി, അത് നല്ല കാര്യമാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.